ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലേണേഴ്സ് കോർണർ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ പുതിയ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ സെക്കൻഡ് യൂണിറ്റിൽ ഒരു കുഞ്ഞു സ്റ്റോറിയാണ്. ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് നമ്മൾക്ക് പറഞ്ഞു തരുന്നത് എന്താണെന്നറിയോ? നമ്മൾ ചെറുതായിരിക്കുന്ന സമയത്തെ നമ്മൾ സ്വപ്നം കാണാൻ പഠിക്കണം. അതായത് ഭാവിയിൽ നമ്മൾ ആരായി തീരണം എന്നുള്ള ഒരു സ്വപ്നം നമുക്ക് ചെറുപ്പത്തിലേ ഉണ്ടാക്കിയെടുക്കണം. എങ്കിലേ നമുക്ക് നമ്മളുടെ ആ ഒരു ലക്ഷ്യത്തിൽ എത്താൻ കഴിയൂ. ചിലപ്പോൾ നമ്മൾ കുഞ്ഞിതാവുമ്പോൾ നമുക്കിപ്പം ഡോക്ടർ ആവാനായിരിക്കും ആഗ്രഹം. ഞാനൊരു എക്സാമ്പിൾ പറയാണ് കേട്ടോ. ഇപ്പം ഡോക്ടർ ആവാൻ ആഗ്രഹം. കുറച്ച് കാലം കഴിഞ്ഞ് 2-3 വർഷം കഴിയുമ്പോൾ നമ്മളുടെ ആഗ്രഹം മാറും. പിന്നെ നമുക്ക് ചിലപ്പോൾ ടീച്ചർ ആവാനായിരിക്കും ആഗ്രഹം. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിക്കും. അങ്ങനെ നമ്മളുടെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് നമ്മൾക്ക് അറിവും കൂടി വരും അല്ലേ? അപ്പോൾ അതിനനുസരിച്ച് നമ്മളുടെ ആഗ്രഹങ്ങളും വലിയ വലിയ ആഗ്രഹങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ പോയിട്ട് നമുക്ക് നമ്മളൊരു അത്യാവശ്യം ഒന്ന് വലിയതായി കഴിയുമ്പോൾ നമുക്ക് സ്റ്റേബിളായിട്ടുള്ളൊരു സ്വപ്നം ഉണ്ടാവും. ഇന്നതാവണം എന്നുള്ള ഒരു സ്വപ്നം ഉണ്ടാവും. അപ്പം നമ്മൾ ആ ഒരു സ്വപ്നത്തിന് വേണ്ടി പരിശ്രമിക്കുകയും നമ്മളതായിത്തീരുകയും ചെയ്യും അല്ലേ? അത് ഉറപ്പാണ്. അപ്പം നമുക്ക് ആദ്യം എന്ത് വേണം? സ്വപ്നം കാണാൻ പഠിക്കണം അല്ലേ? അതാണ് നമുക്ക് ഈ ഒരു സ്റ്റോറി പറഞ്ഞു തരുന്നത് കേട്ടോ. പേജ് നമ്പർ 56 നോക്കാം കേട്ടോ. ലെറ്റ്സ് റീഡ് ദ സ്റ്റോറി ഓഫ് എ ഗേൾ ഹു ഡ്രീംഡ് ഓഫ് ബിക്കമിങ് എ പൈലറ്റ്. എന്താണ് പറയുന്നത്? നമ്മൾ വായിക്കാൻ പോകുന്ന സ്റ്റോറി എന്ന് പറയുന്നത് ഒരു ഗേളിൻ്റെ സ്റ്റോറിയാണ്. ഹു ഡ്രീംഡ് ഓഫ് ബിക്കമിങ് എ പൈലറ്റ്. അവൾ എന്താണ് സ്വപ്നം കണ്ടത്? ഒരു പൈലറ്റ് ആവുക എന്നുള്ളതായിരുന്നു അവളുടെ സ്വപ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ പേര് എന്ന് പറയുന്നത് ആര്യ ഇൻ ദ കോക്ക്പിറ്റ് എന്നാണ്. അപ്പോൾ നമ്മളുടെ ഈ ഒരു സ്റ്റോറിയിലെ സെൻട്രൽ ക്യാരക്ടർ, അതായത് പ്രധാന കഥാപാത്രം ആര്യയാണ് കേട്ടോ. അത് നമുക്ക് ഈ ഒരു ടൈറ്റിൽ തന്നെ കിട്ടിയല്ലേ? അപ്പം ടൈറ്റിൽ എന്താണ്? ആര്യ ഇൻ ദ കോക്ക്പിറ്റ്. കോക്ക്പിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നിങ്ങൾക്കൊരു പുതിയ വേർഡായിരിക്കും അല്ലേ? അപ്പോൾ കോക്ക്പിറ്റ് COCKPIT അതാണ് കേട്ടോ സ്പെല്ലിങ്. അപ്പോൾ കോക്ക്പിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിമാനം ഓടിക്കുക ആരാണ്? പൈലറ്റ്സ് അല്ലേ? വിമാനം ഓടിക്കുന്നവരെ നമ്മൾ എന്താണ് പറയുക? പൈലറ്റ്സ്. അപ്പോൾ ആ പൈലറ്റ്സ് ഈ ഒരു വിമാനം ഓടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ആ ഒരു പാർട്ട് ഉണ്ടല്ലോ, ആ ഒരു ഭാഗം, അതിനെയാണ് നമ്മൾ കോക്ക്പിറ്റ് എന്ന് വിളിക്കുക. അപ്പോൾ ആര്യ ഇൻ ദ കോക്ക്പിറ്റ് അതാണ് ടൈറ്റിൽ. അപ്പോൾ നമുക്ക് സ്റ്റോറി നോക്കാം. ആര്യ ഓൾവേസ് വാണ്ടഡ് ടു ഫ്ലൈ. എന്താണ് പറയുന്നത്? ആര്യയ്ക്ക് എപ്പോഴും പറക്കാനായിരുന്നു ആഗ്രഹം. വെൻ ഷീ വാസ് 4 years old. അവൾക്ക് 4 വയസ്സായ സമയത്ത് 4 years old, ഷീ വാണ്ടഡ് ടു ബി റോസമ്മ. വാണ്ടഡ് ടു ബി എന്ന് പറഞ്ഞാൽ ആയിത്തീരുക. ആരായിത്തീരാനായിരുന്നു ആഗ്രഹം? റോസമ്മയാവാനായിരുന്നു ആഗ്രഹം. ആര്യ സോ ഹെർ അറ്റ് ദ സർക്കസ്. ആര്യ സോ എന്ന് പറഞ്ഞാൽ കണ്ടു. ഹെർ, അതായത് ഹെർ എന്ന് പറയുന്നത് ഇവിടെ ആരെയാണ്? റോസമ്മേനെ കണ്ടു. അറ്റ് ദ സർക്കസ്. എവിടെ വെച്ചിട്ടാണ് കണ്ടത്? സർക്കസിൽ വെച്ചിട്ടാണ് കണ്ടത്. റോസമ്മ വാസ് എ ട്രപ്പീസ് ആർട്ടിസ്റ്റ്. ട്രപ്പീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു പിക്ചറിൽ കാണുന്നില്ലേ? 2 സൈഡിൽ 2 പേര് വലിയൊരു ഊഞ്ഞാൽ പോലെ കെട്ടിയിട്ടുണ്ട്. എന്നിട്ട് അതിൽ കാലുകൾ കോർത്തിട്ടിട്ട് ഇങ്ങനെ ആടുന്നുണ്ട് അല്ലേ? അപ്പോൾ ആടുന്നത് മാത്രമല്ല, അവർ ആ ഒരു ഊഞ്ഞാലിൻ്റെ മുകളിൽ നിന്ന് അടുത്ത ഊഞ്ഞാലിലേക്ക് ചാടും, എന്നിട്ട് ഇങ്ങനെ ആടും, അങ്ങനെ ആടിക്കളിക്കും. അത് നമ്മൾ സർക്കസിലാണ് കേട്ടോ അങ്ങനെ കാണുക. ഈ ഒരു ട്രപ്പീസ് ആർട്ടിസ്റ്റിനെ നമ്മൾ അവിടെയാണ് കാണുക. അപ്പോൾ സർക്കസ് കാണാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അങ്ങനെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ പോയി കാണണം കേട്ടോ. അപ്പോൾ അവിടെയാണ് നമുക്ക് ഈ ഒരു ട്രപ്പീസ് കളി കാണാൻ പറ്റുക. സോ റോസമ്മ വാസ് എ ട്രപ്പീസ് ആർട്ടിസ്റ്റ്. ആർട്ടിസ്റ്റ് എന്നാണ് നമ്മളിത് പ്രൊനൗൺസ് ചെയ്യുക കേട്ടോ. ഈ ആർട്ടിസ്റ്റിൻ്റെ മീനിങ് വരുന്നത് ഈ സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരെയാണ് ആർട്ടിസ്റ്റ് എന്ന് പറയാം. ARTIST. അത് നമ്മൾ വായിക്കുക എന്താണ്? ആർട്ടിസ്റ്റ് എന്നാണ് അല്ലേ? അത് എഴുത്തുകാർ, അതുപോലെ ഈ ചിത്രകാരന്മാർ, അങ്ങനെയുള്ളവരൊക്കെയാണ് നമ്മൾ ആർട്ടിസ്റ്റ് എന്ന് പറയുക. ഇത് സ്റ്റേജ് പെർഫോമൻസ് നടത്തുന്നവർ, അവരെ ആർട്ടിസ്റ്റ് എന്ന് പറയും. ഓക്കെ. ആര്യ വാണ്ടഡ് ടു ഫ്ലൈ ഇൻ ദ എയർ ഫ്രം സ്വിങ് ടു സ്വിങ്. എന്താ പറയുന്നത്? ആര്യ വാണ്ടഡ് ടു ഫ്ലൈ. ആര്യയ്ക്ക് പറക്കണം. ഇൻ ദ എയർ, എയറിലൂടെ ഇങ്ങനെ പറക്കണം. ഫ്രം സ്വിങ് ടു സ്വിങ്. സ്വിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഊഞ്ഞാലാടുക അല്ലേ? ഈ ഒരു ട്രപ്പീസ് ആർട്ടിസ്റ്റ് പോകുന്നത് പോലെ ആര്യയ്ക്കും ഇങ്ങനെ സ്വിങ് ടു സ്വിങ്, ഒരു ഊഞ്ഞാലിൽ നിന്ന് അങ്ങനെ അടുത്ത ഊഞ്ഞാലിലേക്ക് അങ്ങനെ പറക്കണം എന്നാണ് അവൾ പറയുന്നത്. അതാണ് അവളുടെ ആഗ്രഹം. ഹെർ ക്ലോത്ത്സ് വുഡ് ഗ്ലിറ്റർ ലൈക്ക് റോസമ്മാസ്. എന്താ പറയുന്നത്? ഹെർ ക്ലോത്ത്സ്, അവളുടെ വസ്ത്രങ്ങൾ അല്ലേ, വുഡ് ഗ്ലിറ്റർ ലൈക്ക് റോസമ്മാസ്. അത് ഗ്ലിറ്റർ എന്ന് പറഞ്ഞാൽ തിളങ്ങുക അല്ലേ? ലൈക്ക് റോസമ്മാസ്, റോസമ്മേൻ്റെ
ഡ്രസ്സുകൾ തിളങ്ങുന്ന പോലെ അവളുടെ ഡ്രസ്സുകളും തിളങ്ങും. എപ്പോൾ അവളിങ്ങനെ എന്താണ് ഒരു ട്രപ്പീസ് ആർട്ടിസ്റ്റ് ആയി കഴിഞ്ഞാൽ അല്ലേ, അതായത് അവർ എന്താണ് ഈ ട്രപ്പീസ് ആർട്ടിസ്റ്റൊക്കെ നല്ല തിളക്കമുള്ള വസ്ത്രങ്ങളാണ് ധരിക്കുക. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു എന്താണ് കാണികളിൽ നിന്ന് നല്ലൊരു അട്രാക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതേപോലത്തെ വസ്ത്രങ്ങൾ ഈ എന്താണ് ആര്യയ്ക്കും ധരിക്കണം എന്നാണ് അവളുടെ ആഗ്രഹം. ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ വുഡ് ക്ലാപ്പ് ഫോർ ഹെർ. അപ്പോൾ എന്താ പറയുന്നത്, ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ, നൂറുകണക്കിന് ആളുകൾ വുഡ് ക്ലാപ്പ് ഫോർ ഹെർ, അതായത് കൈയടിക്കും അവൾക്ക് വേണ്ടി. ഷീ വുഡ് ഈറ്റ് കോട്ടൺ ക്യാൻഡി എവറി ഡേ. അപ്പോൾ എന്താണ്, അവൾക്ക് എന്നും കോട്ടൺ ക്യാൻഡി കഴിക്കാം, അതായത് എന്താണ് പഞ്ഞിമുട്ടായി എന്ന് നമ്മൾ പറയില്ലേ, ആ ഒരു ഇത് എന്നും അവൾക്ക് കഴിക്കാം. എന്താണെങ്കിൽ റോസമ്മേനെ പോലെ ആണെങ്കിൽ അല്ലേ. ഹെർ ബെസ്റ്റ് ഫ്രണ്ട് വുഡ് ബി എ ക്ലൗൺ. എന്താണ് പറയുന്നത്, അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരായിരിക്കും, വുഡ് ബി എ ക്ലൗൺ. ക്ലൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർക്കസ് കൂടാരത്തിൽ ഉണ്ടാകുന്ന കോമാളികളില്ലേ, അവരെയാണ് ക്ലൗൺ എന്ന് പറയുക. അപ്പം റോസമ്മേനെ പോലെ ആണെങ്കിൽ എന്താണ്, അവൾക്ക് ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കോമാളീനെ, അതായത് ക്ലൗണിനെ കിട്ടും എന്നാണ് പറയുന്നത്. കൊടുത്തുള്ള ക്വസ്റ്റ്യൻ നോക്കാം. ഹൂ ഡിഡ് ആര്യ വാണ്ടഡ് ടു ബി വെൻ ഷി വാസ് 4 years old ആൻഡ് വൈ? ആര്യയ്ക്ക് 4 വയസ്സായ സമയത്ത് ആര്യയ്ക്ക് ആരാവാനായിരുന്നു ആഗ്രഹം എന്നാണ് ചോദിക്കുന്നത്. ആരാവാനായിരുന്നു, റോസമ്മ ആവാനായിരുന്നു അല്ലേ. ആൻഡ് വൈ, എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ റോസമ്മേനെ പോലെ എന്താണ് ഇങ്ങനെ സ്വിങ് ചെയ്യാൻ പറ്റും അല്ലേ, ഒരു ഊഞ്ഞാലിൽ നിന്ന് അടുത്ത ഊഞ്ഞാലിലേക്ക് അങ്ങനെ സ്വിങ് ചെയ്ത് പോകാൻ പറ്റും. മാത്രമല്ല ദിവസവും കോട്ടൺ ക്യാൻഡി കഴിക്കാം, അതുപോലെ എന്താണ് ക്ലൗൺസിനെ ഫ്രണ്ട്സായിട്ട് കിട്ടും, അതേപോലെ ഡ്രസ്സ് എന്താണ് നല്ല തിളങ്ങുന്ന ഡ്രസ്സൊക്കെ ധരിക്കാനും പറ്റും. നമ്പർ 57 നോക്കാം. വെൻ ആര്യ വാസ് 8 years old ഷീ വാണ്ടഡ് ടു ബി കൽപ്പന ചൗള. എന്താ പറയുന്നത്, വെൻ ആര്യ വാസ് 8 years old, ആര്യയ്ക്ക് 8 വയസ്സായി കഴിഞ്ഞ സമയത്ത് ഷീ വാണ്ടഡ് ടു ബി, അവൾക്ക് ആരാവാനായിരുന്നു ആഗ്രഹം, വാണ്ടഡ് ടു ബി കൽപ്പന ചൗള ആവാനായിരുന്നു ആഗ്രഹം. കൽപ്പന ചൗള ആരാന്നറിയണ്ടേ? കൽപ്പന ചൗള വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ഇൻ സ്പേസ്. എന്ന് പറഞ്ഞാൽ എന്താണ്, ആദ്യമായിട്ട് ശൂന്യാകാശത്തെത്തിയ ഇന്ത്യൻ വനിതയാണ് ആര്, കൽപ്പന ചൗള എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ 8 വയസ്സായ സമയത്ത് ആര്യയ്ക്ക് കൽപ്പന ചൗള ആവാനാണ് ആഗ്രഹം. അപ്പോൾ നമുക്ക് നോക്കാം. ഷീ മെയ്ഡ് ഹെർസെൽഫ് ആൻ ഓറഞ്ച് സ്പേസ് സ്യൂട്ട്. എന്താ പറയുന്നത്, ഷീ മെയ്ഡ്, അവൾ ഉണ്ടാക്കി, ഹെർസെൽഫ്, അവൾക്ക് വേണ്ടി തന്നെ, ആൻ ഓറഞ്ച് സ്പേസ് സ്യൂട്ട്, ഒരു ഓറഞ്ച് സ്പേസ് സ്യൂട്ട്, ഓറഞ്ച് കളറുള്ള ഒരു സ്പേസ് സ്യൂട്ട് എന്ന് പറഞ്ഞാൽ സ്പേസിൽ നമുക്ക് പോകണമെങ്കിൽ അതിൻ്റേതായ എന്താണ് വസ്ത്രധാരണമൊക്കെ നമ്മൾ നടത്തേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ കൽപ്പന ചൗളയൊക്കെ ധരിച്ചിരിക്കുന്ന ഫോട്ടോസിൽ നമ്മൾ കണ്ടിട്ടില്ലേ, ഒരു പ്രത്യേകതരം വസ്ത്രമൊക്കെയാണല്ലേ അവർ ധരിക്കുക, അതേപോലെ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ സ്പേസിലേക്ക് പോകുന്നവർ ഈ ഒരു സ്യൂട്ടൊക്കെ ധരിച്ചിട്ട് പോകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഭൂമിയിൽ ആവശ്യമുള്ള ഓക്സിജൻ ഉണ്ടല്ലേ, അപ്പോൾ നമുക്ക് സുഖമായിട്ട് ശ്വസിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഭൂമിയിലുള്ളത്. പക്ഷേ സ്പേസിൽ എന്താണ്, ഓക്സിജൻ ഇല്ല. അപ്പം അവർ ഓക്സിജൻ മാസ്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് പോവുക. അതേപോലെ തന്നെ എന്താണ് ഈ ഒരു ഗുരുത്വാകർഷണ ബലം എന്ന് പറയും, അതായത് നമ്മളിപ്പം ഭൂമിയിലാണെങ്കിൽ നമ്മളൊരു സാധനം മേലിൽ നിന്ന് താഴേക്ക് ഇട്ടാൽ അത് താഴെ വീഴും അല്ലേ, അങ്ങനെ ഒരു സംഭവം അവിടെ ഇല്ല. അവിടെ ഇങ്ങനെ എല്ലാം ഫ്ലോട്ട് ചെയ്ത് നടക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ എന്താണ് നമ്മളുടെ ആ ഒരു ശരീരത്തിനെ എന്ത് ചെയ്യണം, എല്ലാ എന്താണ് പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പേസ് സ്യൂട്ട് ധരിക്കുന്നത്, സ്പേസിൽ പോകുന്നത്. എന്താണ് ആര്യയും അങ്ങനെ ഒരു സ്യൂട്ട് ഉണ്ടാക്കി. ഷീ വോർ ഇറ്റ് ഡേ ആൻഡ് നൈറ്റ്. എന്താണ് അവളിത് രാവും പകലും എന്താണ് ഇട്ടുകൊണ്ട് നടക്കാൻ തുടങ്ങി. ആര്യ, ആറൻറ്റ് യു ഫീലിംഗ് ഹോട്ട് ഇൻ ദാറ്റ് സ്യൂട്ട്? എന്താണ് ചോദിക്കുന്നത്, ആര്യ നിനക്ക് ചൂടെടുക്കുന്നില്ലേ? ഹോട്ട് എന്ന് പറഞ്ഞാൽ ചൂടല്ലേ, ഈ ഒരു സ്യൂട്ടിനുള്ളിൽ ഇങ്ങനെ ഇരുന്നിട്ട് നിനക്ക് ചൂടെടുക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. ആസ്ട്രോനട്സ് ഹാവ് ടു ഗെറ്റ് യൂസ്ഡ് ടു ദ സ്യൂട്ട് അമ്മ. അപ്പോൾ അമ്മ അങ്ങനെ ചോദിച്ച സമയത്ത്, ഈ ഒരു സ്യൂട്ടിട്ട് നടന്നാൽ നിനക്ക് ചൂടെടുക്കുന്നില്ലേ എന്ന് ചോദിച്ച സമയത്ത് അമ്മേനോട് ആര്യ പറയാണ്, ആസ്ട്രോനട്സ് ഹാവ് ടു ഗെറ്റ് യൂസ്ഡ് ടു ദ സ്യൂട്ട്. എന്താണ് ആസ്ട്രോനട്സ്, അതായത് ബഹിരാകാശ യാത്ര ചെയ്യുന്നവർ ഗെറ്റ് യൂസ്ഡ് ടു ദ സ്യൂട്ട്, അതായത് ഈ ഒരു സ്യൂട്ട് ഇട്ട് പരിചയം ഉണ്ടായിരിക്കണം എന്ന് അമ്മേനോട് ആര്യ പറയാണ്. സ്പേസ് ഇസ് നോട്ട് ആസ് സേഫ് ആസ് ദ എർത്ത്. എന്താണ് പറയുന്നത്, സ്പേസ് ഇസ് നോട്ട് ആസ് സേഫ്, അതായത് സ്പേസ് ശൂന്യാകാശം സേഫ് അല്ല, ആസ് ദ എർത്ത്
ഈസ്. എർത്തിനെ പോലെ, ഭൂമിയെപ്പോലെ ശൂന്യാകാശം അത്ര എന്താണ് സേഫ് അല്ല. അവിടെ നമുക്ക് പ്രൊട്ടക്ഷനും കാര്യങ്ങളും ഒന്നും ഭൂമിയിൽ കിട്ടുന്ന പോലെ ഉണ്ടാവില്ല എന്ന് പറയുകയാണ്. സ്യൂട്ട് വിൽ പ്രൊട്ടക്റ്റ് മീ. എന്താണ് പറയുന്നത്? എൻ്റെ സ്യൂട്ട്, എൻ്റെ ഈ ഒരു വസ്ത്രം വിൽ പ്രൊട്ടക്റ്റ് മീ, എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്ന് പറയുകയാണ് ആര്യ. താഴെയുള്ള പിക്ചറിൽ ആ ഒരു എന്താണ് ചതുരത്തിൽ കൊടുത്തിട്ടുള്ള പിക്ചർ എന്ന് പറയുന്നത് കൽപ്പന ചൗളേൻ്റെയും, അതേപോലെ എന്താണ് കൽപ്പന ചൗളേനെ പോലെ സ്യൂട്ട് ധരിച്ച് നിൽക്കുന്ന ആര്യൻ്റെ പിക്ചർ കൽപ്പന ചൗളേൻ്റെ പിക്ചറിൻ്റെ താഴെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെൻ ആര്യ വാസ് 12 years old, ആര്യയ്ക്ക് 12 വയസ്സായി കഴിഞ്ഞപ്പോൾ ഷീ വാണ്ടഡ് ടു ബി അമേലിയ എർഹാർട്ട്. അപ്പം അവൾക്ക് എന്താവാനാണ് ആഗ്രഹം? ഷീ വാണ്ടഡ് ടു ബി, അവൾക്ക് ആരാവാനാണ്? അമേലിയ എർഹാർട്ട്. ആരാണ് അമേലിയ എർഹാർട്ട്? അമേലിയ എർഹാർട്ട് എന്ന് പറഞ്ഞാൽ ഷീ വാസ് എൻ അമേരിക്കൻ ഏവിയേഷൻ പൈനിയർ എന്നാണ് പറയുന്നത്. അതായത് അമേരിക്കയിൽ എന്താണ് വിമാനയാത്രയ്ക്ക് തുടക്കക്കാരിയായ ആളാണ് ആര്? അമേലിയ എർഹാർട്ട് എന്ന് പറയുന്നത്. അപ്പം അവർ ആരാണ്? ഒരു ലേഡി പൈലറ്റാണല്ലേ, ഒരു അമേരിക്കൻ ലേഡി പൈലറ്റാണ്. അതേപോലെ തന്നെ അറ്റ്ലാന്റിക് ഓഷ്യൻ, അതായത് നമ്മളുടെ അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ മുകളിലൂടെ ഒറ്റയ്ക്ക് യാത്ര ചെയ്തു പോയ, അതായത് ഫ്ലൈ ചെയ്തു പോയ ഒരു അമേരിക്കൻ ലേഡി പൈലറ്റ് കൂടിയാണ് ആര്? നമ്മളുടെ അമേലിയ എർഹാർട്ട്. സാധാരണ പൈലറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് മെയിൽസിൻ്റെ, അതായത് ആണുങ്ങളുടെ ഒരു മുഖമാണല്ലേ വരിക. അപ്പോൾ അതിനൊരു മാറ്റം വരുത്തിക്കൊണ്ട് അമേലിയ എർഹാർട്ട് എന്ത് ചെയ്തു? ഒരു ലേഡി പൈലറ്റ്, അമേരിക്കൻ ലേഡി പൈലറ്റായിട്ട് തുടക്കം കുറിച്ചു എന്നാണ് പറയുന്നത്. ഷീ ബിൽറ്റ് എ മോഡൽ പ്ലെയിൻ ഫോർ ഹെർ സ്കൂൾ പ്രൊജക്റ്റ്. അപ്പോൾ അവളൊരു മോഡൽ പ്ലെയിൻ ഉണ്ടാക്കി, ഒരു വിമാനം ഉണ്ടാക്കി. ബിൽറ്റ് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുക കേട്ടോ, നിർമ്മിക്കുക. ഫോർ ഹെർ സ്കൂൾ പ്രൊജക്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഇറ്റ് കുഡിൻറ്റ് ഫ്ലൈ, അത് എന്താണ് പറക്കില്ല. ബട്ട് ഷീ സ്റ്റിൽ ഗോട്ട് ദ സെക്കൻഡ് പ്രൈസ്. പക്ഷേ എന്നിരുന്നാലും അവൾക്ക് എന്ത് കിട്ടി? സെക്കൻഡ് പ്രൈസ് കിട്ടി. ആര്യ ഈവൻ ഗോട്ട് എ ഹെയർ കട്ട് ലൈക്ക് അമേലിയ. അപ്പോൾ എന്താ സംഭവിച്ചത്? അമേലിയൻ്റെ അതേ ഒരു ഹെയർ കട്ട് തന്നെ ഈ ഒരു ആര്യയും ഫോളോ ചെയ്യുകയാണ്. അതായത് ആ ഒരു രീതിയിൽ മുടി വെട്ടി. വൈ ഡിഡ് ദ 8-year-old ആര്യ വാണ്ടഡ് ടു ബി കൽപ്പന ചൗള? അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? ഈ ഒരു 8 വയസ്സായ സമയത്ത് ആര്യയ്ക്ക് എന്തുകൊണ്ടാണ് കൽപ്പന ചൗള ആവണം എന്ന ആഗ്രഹം തോന്നിയത്? എന്തുകൊണ്ടായിരിക്കും? ആര്യയ്ക്ക് സ്പേസിലേക്ക് പോകാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ, പറക്കാൻ വേണ്ടി, ഫ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പാർട്ട് നോക്കാം. പേജ് നമ്പർ 58 നോക്കാം. സൂൺ ആര്യ ഹേർഡ് ഓഫ് അങ്കുലിയ ബായ്, കുമുദ മെൽ ആൻഡ് സർല താക്രൽ, ദ ഫസ്റ്റ് ഇന്ത്യൻ വിമൻ ടു ഫ്ലൈ എ പ്ലെയിൻ. എന്താ പറയുന്നത്? സൂൺ, വേഗം തന്നെ. ആര്യ കേട്ടു. ആരെക്കുറിച്ചാണ് കേട്ടത്? അറിഞ്ഞത്? അങ്കുലിയ ബായ്, കുമുദ മെൽ ആൻഡ് സർല താക്രൽ, ഈ 3 പേരെക്കുറിച്ചും അറിഞ്ഞു. എന്താണ് അറിഞ്ഞത്? ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൻ ടു ഫ്ലൈ എ പ്ലെയിൻ. എന്താണ് ആദ്യമായിട്ട് വിമാനം പറത്തിയ വനിതകളാണല്ലേ ഈ 3 പേരും. അപ്പം ഇവരെക്കുറിച്ച് അറിഞ്ഞു. അങ്കുലിയ ബായ് വാസ് ജസ്റ്റ് 16 years old. അങ്കുലിയ ബായ്ക്ക് ജസ്റ്റ് 16 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. പ്ലെയിൻ പറത്തിയ സമയത്ത്. ഐ കാൺട്ട് വെയിറ്റ് ടിൽ ഐ എം എ ടീനേജർ. അപ്പം ആര്യ പറയാണ്, എനിക്കിനി വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ടീനേജർ ആവുന്നവരെ എനിക്ക് എത്രയും വേഗം ഒന്ന് കൗമാരപ്രായത്തിൽ എത്തിക്കിട്ടിയാൽ മതി, ടീനേജർ ആയാൽ മതി എന്ന് പറയാണ്. സോ യു ക്യാൻ ഡ്രൈവ്. അപ്പം നിനക്ക് ഡ്രൈവ് ചെയ്യാനാണോ? നോ, അല്ല. സോ യു ക്യാൻ വോട്ട്, നിനക്ക് വോട്ട് ചെയ്യാൻ പറ്റും, അതിന് വേണ്ടിയിട്ടാണോ? നോ, അതിനും അല്ല. ദെൻ വാട്ട്, പിന്നെ എന്തിനാണ്? സോ ഐ ക്യാൻ ഫ്ലൈ, അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫ്ലൈ ചെയ്യാൻ പറ്റും, പറക്കാൻ പറ്റും എന്ന് ആര്യ പറയാണ്. വെൻ ആര്യ വാസ് 18 years old, ഷീ വാണ്ടഡ് ടു ബിക്കം a fighter pilot. അപ്പോൾ ആര്യയ്ക്ക് 18 വയസ്സായി. 18 വയസ്സായ സമയത്ത് അവൾക്ക് എന്താവാനാണ് ആഗ്രഹം? ഷീ വാണ്ടഡ് ടു ബിക്കം എ ഫൈറ്റർ പൈലറ്റ്, ഒരു ഫൈറ്റർ പൈലറ്റ് ആവാനാണ് ആഗ്രഹം. ഫൈറ്റർ പൈലറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ യുദ്ധത്തിനൊക്കെ പോകുന്ന വിമാനങ്ങളുണ്ടല്ലോ. അപ്പോൾ എതിരാളികളെ, അതായത് ശത്രുക്കളെ തുരത്തി ഓടിപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വിമാനത്തിൽ പൈലറ്റ് ആവണം എന്നാണ് ആര്യയ്ക്ക് ആഗ്രഹം. ആര്യയ്ക്ക് പറക്കണം, അതാണ് അവളുടെ മെയിൻ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് നോക്കാം. ഹൂ ആർ ദേ ചേച്ചി ആസ്ക്ഡ് ഹെർ ലിറ്റിൽ ബ്രദർ രാജു.
അപ്പം എന്താണ് ഹൂ ആർ ദേ, അവരാരൊക്കെയാണ് ചേച്ചി എന്ന് ചോദിക്കുകയാണ്. ആര്? ആസ്റ്റ് ഹെർ ലിറ്റിൽ ബ്രദർ, അവൻ്റെ അതായത് ആര്യയുടെ കുഞ്ഞനിയൻ ചോദിക്കുകയാണ്. കുഞ്ഞനിയുടെ പേരെന്താണ്? രാജു അല്ലേ. രാജു ചോദിക്കുകയാണ്. എന്ത് കണ്ടിട്ടാണ് ചോദിച്ചത്? സീയിങ് എ പോസ്റ്റർ ഓൺ ഹെർ വോൾ, അതായത് അവളുടെ ചുമരിൻ്റെ മുകളിൽ ഒരു പോസ്റ്റർ ഉണ്ട്. ആ പോസ്റ്ററിൽ കുറച്ച് പേരുടെ ഫോട്ടോസ്, അതായത് ചിത്രമുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് അത് ആരൊക്കെയാണെന്നാണ് ഇവളുടെ ലിറ്റിൽ ബ്രദർ ആയിട്ടുള്ള രാജു ചോദിച്ചത് കേട്ടോ. ദേ ആർ ഭാവന, ആവണി ആൻഡ് മോഹന. അപ്പോൾ അവൾ പറയാണ് അവർ ആരൊക്കെയാണെന്ന് വെച്ചാൽ ഭാവന, ആവണി ആൻഡ് മോഹന, ഈ 3 പേരുടെ പിക്ചേഴ്സാണ് അതിലുള്ളത്. ഫസ്റ്റ് വിമൻ ടു ഫ്ലൈ ഫൈറ്റർ പ്ലെയിൻസ് ഇൻ ഇന്ത്യ, ആരാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ ഫൈറ്റർ പ്ലെയിൻസ് ഓടിച്ചിട്ടുള്ള 3 വനിതകളാണ് ഇവരൊക്കെ. യുവർ ഫ്രണ്ട്സ്, എന്താണ് അവർ ചേച്ചിയുടെ ഫ്രണ്ടാണോ, ആര്യയുടെ ഫ്രണ്ടാണോ എന്ന് രാജു ചോദിക്കുകയാണ്. ആര്യ ലാഫ്റ്റ്, ആര്യ ചിരിച്ചു. മേ ബി സം ഡേ രാജു. അപ്പോൾ രാജുവിനോട് പറയാണ് ഒരുപക്ഷേ ആവാം, ഒരു ദിവസം ഫ്രണ്ട് ആവാം എന്ന് ആര്യ പറയാണ്. ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡിഡ് രാജു ആസ്ക് ആര്യ അബൌട്ട് ദ പോസ്റ്റർ ഓൺ ഹെർ വോൾ? രാജു ആര്യനോട് ചോദിക്കുകയാണ് ആ ഒരു പോസ്റ്ററിൽ എന്താണുള്ളത്, ആ പോസ്റ്ററിലുള്ള ആൾക്കാർ ആരൊക്കെയാണ് എന്നുള്ളതാണല്ലേ പിന്നെ രാജു ചോദിച്ചത്. ആൻഡ് ഹൗ ഡിഡ് ആര്യ റെസ്പോണ്ട്, അങ്ങനെ ആര്യ എന്താണ് റെസ്പോണ്ട് ചെയ്യുക, എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്തത് എന്നാണ് ചോദ്യം. അപ്പം ആര്യ എന്താണ് പറഞ്ഞത്? അവരാരൊക്കെയാണെന്നാണ് പറഞ്ഞത്? ഭാവന, ആവണി ആൻഡ് മോഹന ആണെന്നാണ് പറഞ്ഞത് അല്ലേ. അത് മാത്രമല്ല ഫ്രണ്ട്സ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം ആര്യ എന്ത് പറഞ്ഞു? ഒരു പക്ഷേ ആവാം, ഒരു ദിവസം ഫ്രണ്ട് ആവാം എന്നും പറഞ്ഞു അല്ലേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പാർട്ട് നോക്കാം. പേജ് നമ്പർ 59 നോക്കാം. ആര്യ സേവ്ഡ് അപ്പ് മണി ടു അറ്റൻഡ് ഫ്ലൈയിങ് സ്കൂൾ. അപ്പം ആര്യ എന്ത് ചെയ്തു? സേവ്ഡ് അപ്പ് മണി, അവൾ ഒരുപാട് എന്താണ് പണം അങ്ങനെ എന്ത് ചെയ്ത് ശേഖരിച്ച് വെച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? ടു അറ്റൻഡ് ഫ്ലൈയിങ് സ്കൂൾ. ഫ്ലൈയിങ് സ്കൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈലറ്റ്സൊക്കെ ആവാൻ പഠിക്കുന്ന സ്കൂളിൽ ചേരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് അവൾ എന്ത് ചെയ്ത് പണം സ്വരുക്കൂട്ടി വെച്ചത്. ഷീ സ്പെൻഡ് ഇയേഴ്സ് സ്റ്റഡിങ്, അവൾ ഒരുപാട് വർഷം എന്ത് ചെയ്തു? ആ ഒരു പഠിത്തത്തിന് വേണ്ടി മാറ്റി വെച്ചു അല്ലേ. അങ്ങനെ ഒരുപാട് വർഷം അവൾ പഠിച്ചു. ഷീ സാറ്റ് അലോങ് വിത്ത് പൈലറ്റ്സ് ടു ലേൺ ഫ്രം ദം. അവൾ എന്ത് ചെയ്തു? സാറ്റ് അലോങ് വിത്ത് പൈലറ്റ്സിൻ്റെ കൂടെ ഇരുന്നു. ടു ലേൺ ഫ്രം ദം, അവരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. ഷീ വർക്ക്ഡ് ഹാർഡ് ആൻഡ് എയ്റ്റ് എ ലോട്ട് ഓഫ് ക്യാരറ്റ്സ്. ഷീ വർക്ക്ഡ് ഹാർഡ്, അവൾ ഒരുപാട് കഠിനാധ്വാനം ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്? പൈലറ്റ് ആവാൻ വേണ്ടിയിട്ട് അല്ലേ. ആൻഡ് എയ്റ്റ് എ ലോട്ട് ഓഫ് ക്യാരറ്റ്സ്, ഒരുപാട് ക്യാരറ്റ്സ് കഴിച്ചു. അതെന്തിനായിരിക്കും ക്യാരറ്റ്സ് കഴിക്കുന്നത്? നോക്കാം. അമ്മ ഓൾവേസ് സെഡ് ക്യാരറ്റ്സ് ആർ ഗ്രേറ്റ് ഫോർ ദ ഐസ്. അമ്മ ഓൾവേസ് സെഡ്, അമ്മ എപ്പോഴും പറയുമായിരുന്നു ക്യാരറ്റ്സ് എന്താണ്? ആർ ഗ്രേറ്റ് ഫോർ ദ ഐസ്, കണ്ണുകൾക്ക് നല്ലതാണ് ക്യാരറ്റ്സ് എന്ന്. എന്തിന്? നമുക്ക് കാഴ്ചശക്തി നന്നായിട്ടുണ്ടാവാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പം പൈലറ്റ്സ് ആണെങ്കിൽ എന്താണ്? നമ്മൾ കണ്ണിന് നല്ല കാഴ്ചശക്തി ഉണ്ടായിരിക്കണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട്. ഫൈനലി ഷീ ഈസ് റെഡി ടു സിറ്റ് ഇൻ ദ കോക്ക്പിറ്റ് ഹേർസെൽഫ്. അവസാനം ഫൈനലി ഷീ റെഡി ടു സിറ്റ് ഇൻ ദ കോക്ക്പിറ്റ് ഹേർസെൽഫ്. അപ്പോൾ അവൾ എന്താണ്? ആ ഒരു കോക്ക്പിറ്റിൽ ഇരിക്കാൻ റെഡിയായി എന്ന് പറയുകയാണ്. അപ്പോൾ എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? അവൾ എന്തായി? പൈലറ്റ് ആയില്ലേ. അവളുടെ ആഗ്രഹം പോലെ തന്നെ അവൾ പൈലറ്റായി. അതിനുവേണ്ടി അവൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അവസാനം എന്തായി? അവളുടെ ഡ്രീം എന്തായി? സക്സസ് ആയില്ലേ. അവൾ പൈലറ്റായി. ടുഡേ ഈസ് എ സ്പെഷ്യൽ ഡേ ഫോർ ആര്യ. ഇന്നത്തെ ദിവസം ആര്യയ്ക്ക് ഒരു സ്പെഷ്യൽ ഡേ ആണ്. ദാറ്റ് ഈസ് ഹർ ഇൻ ദ കോക്ക്പിറ്റ്. എന്താണ്? അവൾ കോക്ക്പിറ്റിലാണ് അല്ലേ. അതായത് അവൾ പൈലറ്റായി. ഷീ ഈസ് വെരി എക്സൈറ്റഡ്. അവൾ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ്, ത്രില്ഡ് ആണ് അല്ലേ. ബിക്കോസ് ദർ ആർ 2 സ്പെഷ്യൽ പാസഞ്ചേഴ്സ് ഓൺ ഹെർ പ്ലെയിൻ ദിസ് മോർണിംഗ്. അതായത് ഈ ഒരു മോർണിംഗിൽ, ഈ ഒരു പ്രഭാതത്തിൽ രാവിലെ ഉള്ള ഒരു ഫ്ലൈറ്റ് ആയിരിക്കും. അപ്പം ആ ഒരു സമയത്ത് 2 സ്പെഷ്യൽ പാസഞ്ചേഴ്സ് അവളുടെ പ്ലെയിനിൽ ഉണ്ട്. അപ്പോൾ അത് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ദിസ് ഈസ് യുവർ ക്യാപ്റ്റൻ ആര്യ. അപ്പം എന്താണ്? ഈ ഒരു ക്യാപ്റ്റനെ പരിചയപ്പെടുത്തുകയാണ്. ആ ഒരു ഫ്ലൈറ്റിലുള്ള പാസഞ്ചേഴ്സിന് ഈ ക്യാപ്റ്റനെ പരിചയപ്പെടുത്തുകയാണ്. ക്യാപ്റ്റൻ ആരാണ്? ആര്യ അല്ലേ. വെൽക്കം അബ്രോഡ്. അപ്പം എന്താണ്? ആര്യനെ വെൽക്കം ചെയ്യുന്ന ഒരു കാര്യമാണ് കാണുന്നത്. ചേച്ചി, രാജു വാസ് ത്രിൽഡ്. അപ്പം എന്താണ്? രാജു ചേച്ചി എന്ന് വിളിക്കുകയാണ്. രാജു ഭയങ്കര ത്രില്ലായി അല്ലേ. ചേച്ചിയാണല്ലോ ക്യാപ്റ്റൻ, അപ്പോൾ അവൻ ഓൾവേസ് ത്രിൽഡ് ആവും അല്ലേ. അപ്പോൾ എന്താണ് സംഭവിച്ചത്? ഫസ്റ്റത്തെ പാസഞ്ചർ ആരാണെന്ന് നമുക്ക് മനസ്സിലായി. ആരാണ്? രാജു ആണ്
അല്ലേ? യെസ് മൈ ഡോട്ടർ. അതെ, എൻ്റെ മകൾ. രാജുസ് മദർ ഹഗ്ഡ് ഹിം. രാജുവിൻ്റെ മദർ എന്ത് ചെയ്തു? അവനെ ഹഗ് ചെയ്തു. അപ്പം 2 പാസഞ്ചേഴ്സ് ഉണ്ട്. ഒന്ന് രാജു ആണ്, ഒന്ന് അമ്മയാണ്. അതാണ് ഈ ആര്യൻ്റെ സ്പെഷ്യൽ പാസഞ്ചേഴ്സ് എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ എന്താണ് ആര്യയുടെ ആഗ്രഹം? അത് പൂർത്തീകരിച്ചു അല്ലേ? അവൾ പൈലറ്റായി. അത് മാത്രമല്ല, അവളുടെ ഫസ്റ്റ് ഫ്ലൈറ്റിൽ, അവൾ ക്യാപ്റ്റനായിട്ട് പോകുന്ന ആ ഒരു ഫ്ലൈറ്റിൽ അവളുടെ പ്രിയപ്പെട്ട അമ്മയും അതുപോലെ അനിയനായിട്ടുള്ള രാജു ഉണ്ട് അല്ലേ? അതിൽ പരം അവൾക്ക് എന്ത് സന്തോഷമല്ലേ ഇനി വേണ്ടത്? സോ എന്താണ് ഈ ഒരു സ്റ്റോറി നമുക്ക് തരുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത്? നമ്മൾക്ക് ഒരു ഡ്രീം ഉണ്ടായിരിക്കണം. ആ ഒരു ഡ്രീമിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഹാർഡ് വർക്ക് ചെയ്യണം അല്ലേ? എങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും നമ്മളുടെ ആ ഒരു ഡ്രീമിൽ എത്തുക തന്നെ ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ സീ യു വിത്ത് അനദർ വീഡിയോ.